പാവയ്ക്ക പിട്ല തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് തുവരൻ പരിപ്പ് വേവിച്ചെടുക്കാം. ഒരു 50 ഗ്രാം തുവരൻ പരിപ്പ് എടുത്തിട്ടുണ്ട്. കഴുകി കഴിഞ്ഞു, വെള്ളവും ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞു. ഇതിലേക്ക് ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ 2 വറ്റൽമുളക്, അല്പം കുരുമുളക്, 1 സ്പൂൺ തോരൻ പരിപ്പും 1 സ്പൂൺ മല്ലിയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ആദ്യം 20 ഗ്രാം നാളികേരം ചുരുണ്ടിയതും കൂടിയിട്ട് നന്നായി വീണ്ടും ഫ്രൈ ആക്കുക. നമ്മൾ ഈ മസാലകൾ എടുക്കുമ്പോഴും കറിയുടെ കഷ്ണങ്ങൾ എടുക്കുമ്പോഴും നമുക്ക് എത്രയാണോ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് എടുക്കുക. ഇത് വളരെ കുറച്ചാണ് ഞാനിത് കാണിക്കുന്നത്. നമ്മളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണമനുസരിച്ച് നിങ്ങൾ കൂടുതലോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. അല്പം കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ആറിയതിന് ശേഷം നമുക്ക് മസാലയൊന്ന് അരച്ചെടുക്കാം. 5 മില്ലി വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞു. അത് ചൂടായി. ഇനി ഒരു 100 ഗ്രാം പാവയ്ക്ക നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായി ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ കല്ലുപ്പും ഇട്ട് കൊടുക്കുക. ഈ പാവയ്ക്കായ്ക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ആദ്യം. ഇനി ഒന്ന് നന്നായി ഫ്രൈ ആക്കി എടുക്കാം. നമുക്ക് ചെറിയ തീയിൽ നമുക്ക് നന്നായി ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഫ്രൈ ആക്കി എടുക്കണം. പാവയ്ക്ക നന്നായി മെഴുക്ക് പുരട്ടി പോലെ മൊരിഞ്ഞിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പുളി സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. പുളി സിറപ്പിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ചാനലിൽ നോക്കിക്കോളൂ. പുളി സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. അതായത് ഇതൊരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതിൻ്റെ അത്ര അളവുണ്ടാവും ഇത്. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി വേവിക്കുക. ഇത് നന്നായി തിളച്ച് കഴിഞ്ഞു. ഇനി കറി വയ്ക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഈ ചേരുവ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മുമ്പേ നമ്മൾ കഷ്ണത്തിൻ്റെ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. കറിയുടെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് വേവിച്ച പരിപ്പ് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടി തിളപ്പിക്കാം. 5 മില്ലി വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞു. അല്പം കടുക്, കുറച്ച് ജീരകം, 2 വറ്റൽമുളക് എന്നിവയിട്ട് ഫ്രൈ ആക്കുക. 5 ഗ്രാം നാളികേരവും അല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായി ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. താളിപ്പ് നന്നായി ചുവന്ന് കഴിഞ്ഞു. നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. പാവയ്ക്ക പിട്ല നന്നായി തിളച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. വറുത്ത താളിപ്പ്, പാകത്തിന് മല്ലിയില എന്നിവ ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ പിട്ല തയ്യാറായി കഴിഞ്ഞു. പാവയ്ക്ക പിട്ല തയ്യാറായി കഴിഞ്ഞു. ഇതാണ്, ഇങ്ങനെ ഇരിക്കണം. ഇനി അല്പസമയം കഴിയുമ്പോൾ കുറച്ചും കൂടി കൊഴുക്കും കേട്ടോ. നാളികേരവും പരിപ്പും ഒക്കെ ചേർത്തിരിക്കണമുണ്ട്. അപ്പോൾ രുചികരമായ ഈ പാവയ്ക്ക പിട്ല എല്ലാവരും തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.